നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 6 വെള്ളി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരും മനുഷ്യരല്ലേ? ഇന്ത്യൻ റെയിൽവേയിൽ ലാഭകരമായ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിലാണ് കേരളം. എങ്കിലും കേരളത്തിലെ ട്രെയിൻ യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. വൃത്തിഹീനമായ ട്രെയിനുകളിൽ പഴകി ദ്രവിച്ച ബോഗികൾ, ആവശ്യത്തിന് ട്രെയിനും ബോഗിയും അനുവദിക്കാത്തതിനാൽ തിങ്ങിഞ്ഞെരുങ്ങി ശ്വാസം മുട്ടി യാത്ര ചെയ്യേണ്ട ഗതികേട്. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരെ രണ്ടാം കിടക്കാരായി കാണുന്ന റെയിൽവേയുടെ നടപടി തികച്ചും മനുഷ്യത്വരഹിതമാണ്. ദുരന്തമുഖങ്ങളിൽ പോലും സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന ക്രൂരമായ അവഗണനയിലെ തുടർച്ചയാണ് യാത്രാ ദുരിതവും. അത്യാധുനിക ട്രെയിനെന്ന് പ്രഖ്യാപിച്ച് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് പോലും യാത്രക്കാരെ ദ്രോഹിക്കുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് 3 മണിക്കൂറിലേറെയാണ് ഷൊർണൂരിൽ കുടുങ്ങിയത്. ഒടുവിൽ സാധാരണ ട്രെയിനിന്റെ ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടർന്നത്. കൃത്യസമയത്ത് എത്തുമെന്ന പ്രതീക്ഷയോടെ അമിത ചാർജ് നൽകി വന്ദേ ഭാരതിൽ കയറുന്നവർ വഴിയാധാരമാകുന്ന സ്ഥിതിയാണിപ്പോൾ. വന്ദേ ഭാരത് സർവീസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം വഴിയിൽ കിടക്കൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. മറ്റൊരു പ്രധാന സർവീസാണ് ജനശതാബ്ദി എക്സ്പ്രസ്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ജനശതാബ്ദി ട്രെയിനുകളുണ്ട്. സാമാന്യം വൃത്തിയും വെടിപ്പുമുള്ള ട്രെയിനുകളാണവ. പക്ഷേ കേരളത്തിൽ ഓടുന്ന ജനശതാബ്ദിക്ക് വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമായ ബോഗികളാണ്. അവ ആരംഭിച്ച കാലത്ത് നിന്ന് ഇന്നോളം മാറ്റിയിട്ടില്ല. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിലെ കോച്ചുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞവയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കോച്ചുകൾ ചോർന്നൊലിച്ചത് വലിയ വാർത്തയായിരുന്നു. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിക്ക് പുതിയ കോച്ചുകൾ ഉൾപ്പെടുത്തിയപ്പോൾ ദീർഘസമയം ഇരുന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർ. കേരളത്തിലോടുന്ന ട്രെയിനുകളുടെ സ്ഥിതി കണ്ടാൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെ റെയിൽവേ മന്ത്രാലയം ഇതുവരെ യാത്രക്കാരെന്ന പട്ടികയിൽ പരിഗണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാകണം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളും സൗകര്യങ്ങളും കേരളീയർക്ക് നിഷേധിക്കുന്നത്. ദ്രവിച്ച ബോഗികളിലെ പാമ്പും പഴുതാരിയും എലിയും വൃത്തിയാക്കാത്ത ടോയ്ലറ്റുകളിൽ നിന്നുള്ള ദുർഗന്ധവും യാത്രക്കാർക്ക് ഭീഷണിയാണ്. തൂങ്ങിയാടുന്ന ഡോറുകൾ പലതും അടയ്ക്കാൻ സാധിക്കാത്തതാണ്. ഇത് പലപ്പോഴും യാത്രക്കാർ പുറത്തേക്ക് തെറിച്ചുവിടാൻ കാരണമായിട്ടുണ്ട്. ഉപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പ് ഉപയോഗിച്ചു തീർക്കാനായി പഴഞ്ചൻ കോച്ചുകളാണ് കേരളത്തിലേക്ക് തള്ളിവിടുന്നത്. ലാഭനിരക്കിൽ മുന്നിൽ നിൽക്കുന്ന ട്രെയിനുകളിൽപ്പെട്ട തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലെ മലബാർ, മാവേലി, പരശുറാം എക്സ്പ്രസുകളിലെ റിസർവേഷൻ കോച്ചുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞ് തുരുമ്പിച്ചവയാണ്. വൃത്തിയില്ലാത്തതും എലികളുടെ താവളവുമായ പാൻട്രി കാറുകളിൽ തയ്യാറാക്കുന്ന പഴകിയതും പാറ്റയും മറ്റും ചത്തുകിടക്കുന്ന ഭക്ഷണമാണ് മിക്കപ്പോഴും ലഭിക്കുന്നത്. പാൻട്രിക്കാരില്ലാത്ത ട്രെയിനുകളിൽ ടോയ്ലറ്റുകളോട് ചേർന്നാണ് കുടിവെള്ളവും ഭക്ഷണവും ശേഖരിച്ചു വെക്കുന്നത്. ട്രെയിനുകളിലെ ശുചിത്വത്തെക്കുറിച്ച് യാത്രക്കാർ തുടർച്ചയായി പരാതി പറയുമ്പോഴും പരാതി പരിശോധിക്കുന്നെന്ന മറുപടി അധികൃതർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ പുതിയ ട്രെയിനുകളോ ഉള്ളവയ്ക്ക് പുതിയ സ്റ്റോപ്പുകളോ അനുവദിക്കാറില്ല. വന്ദേ ഭാരത് ട്രെയിൻ പോലും വലിയ കോലാഹലങ്ങൾക്ക് ശേഷമാണ് അനുവദിച്ചത്. കേരളത്തിലെ വന്ദേ ഭാരത് സർവീസ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്ന സർവീസായി മാറി. വേഗത്തിൽ സഞ്ചരിക്കേണ്ടി വരും, സമയത്തിന് വിലയുള്ളവരും യാത്രക്കാർ ഏറെയുള്ളത് കേരളത്തിലാണ്. ഇക്കാര്യം മനസ്സിലാക്കിയിട്ടും അതിവേഗ റെയിൽ വേണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നില്ല. ഉത്സവാഘോഷവേളകളിൽ റെയിൽവേ പ്രവാസി മലയാളികളോട് കാണിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ്. ഓണം, വിഷു, ദീപാവലി, ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങി എല്ലാ ആഘോഷ സമയത്തും പ്രത്യേക ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ വിമുഖത കാട്ടുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ആഘോഷ അവസരങ്ങളിൽ ആവശ്യം പോലെ ട്രെയിൻ അനുവദിക്കുന്ന റെയിൽവേ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത്. പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചാൽ തന്നെ അമിത ചാർജ് ഈടാക്കി തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത്. രാഷ്ട്രീയ വിരോധം തീർക്കുന്ന മോദി സർക്കാരിന്റെ സമീപനം തുടരുന്ന കാലത്തോളം കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. റെയിൽവേയുടെ അവഗണന തിരുത്താൻ മലയാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട കാലമാണിത്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.